കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇലക്ട്രോൺസിനെ അതിൻ്റെ എനർജിയുടെ ബേസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഷെല്ലുകൾക്ക് ഓരോ സബ്ഷെൽസുകളും ഉണ്ട്. ഷെല്ലുകളാണ് KLMN. അതിൻ്റെ സബ്ഷെൽസുകളാണ് SPDF. K ഹാസ് 1 subshell S. L has 2 subshell SP. M has 3 subshell SPD. N has 4 subshell SPDF. ഇതിൽ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് മാത്രമേ ഫിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. എസ്സിൽ 2 ഇലക്ട്രോൺസ്, 2, പിക്കകത്ത് 6, ഡിക്കകത്ത് 10, എഫിനകത്ത് 14. കെക്കകത്ത് ഒരു സബ്ഷെൽ മാത്രമേ ഉള്ളൂ, എസ്, അതിനകത്ത് 2 ഇലക്ട്രോൺസ്. സോ ഇറ്റ്സ് ടോട്ടൽ 2. എല്ലിനകത്ത് എസ് ആൻഡ് പി. എസ് ഹാസ് 2, പി 6, total 8 electrons. M has 3, S 2, P 6, D 10, total 18. N has 4, S 2, P 6, 10, D, F 14, total 32. Okay, next. സബ്ഷെല്ലുകളെ അതിൻ്റെ എനർജി ലെവലിൻ്റെ ബേസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ലോവസ്റ്റ് എനർജി ഉള്ളത് 1s, next 2s, 2p, 3s, 3p, 4s, 3d. 4s has less energy than 3d. So 4s, 3d, 4p, 5s, 4d, 4f. മോഡേൺ പീരിയോഡിക് ടേബിളിനെ ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബ്ലോക്ക് എസ് ബ്ലോക്കിലുള്ളത് ആൽക്കലൈൻ എലമെൻറ്റ്സും ആൽക്കലൈൻ എർത്ത് എലമെൻറ്റ്സുമാണ്, മെറ്റൽസുമാണ്. നെക്സ്റ്റ് ബ്ലോക്ക് പിയിലുള്ള ബോർ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഹാലജൻസ്, നോബിൾ ഗ്യാസസ്. ഡി ഗ്രൂപ്പിലുള്ളത് ട്രാൻസിഷൻ മെറ്റൽസ്. എഫ് ബ്ലോക്കിലുള്ള ലാൻഡയോൺസും ആൻഡയോൺസും. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എനർജി ലെവലിൻ്റെ ബേസിലാണ്. അതായത് 1s, 2s, 2p, 3s, 3p, 4s, 3d എന്നാണ്. ഇവിടെ നമുക്ക് സോഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. അതിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ഫസ്റ്റ് സബ്ഷെല്ലായ 1s-നകത്ത് 2 കൊള്ളും. സോ 1s2. നെക്സ്റ്റ് സബ്ഷെല്ലായ 2s, അതിനകത്ത് 2 കൊള്ളും. സോ 2s2. നെക്സ്റ്റ് 2p, പിക്കകത്ത് 6 കൊള്ളും. 2p6. ഇനി ബാലൻസ് 1 ഇലക്ട്രോണും ഉണ്ട്. അത് നെക്സ്റ്റ് സബ്ഷെല്ലായ 3sലേക്ക് പോകും. 3s1. സോ നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 1s2, 2s2, 2p6 ആൻഡ് 3s1. നെക്സ്റ്റ് അറ്റോമിക് നമ്പർ കൂടിയ എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ആ എലമെൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള നോബൽ ഗ്യാസിൻ്റെ അറ്റോമിക് നമ്പർ സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഇവിടെ ഇപ്പം സോഡിയത്തിൻ്റെ അടുത്ത് വരുന്ന നോബൽ ഗ്യാസാണ്. നോബൽ ഗ്യാസ് ഏതാണ്? നിയോൺ. അതിൻ്റെ സിമ്പിളായ NE യൂസ് ചെയ്തിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. നിയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6 ആൻഡ് 2p6. ഇവിടെ ഇപ്പം സോഡിയത്തിൻ്റെ വരുമ്പം 3s1. സോ നമുക്കിത് എഴുതുമ്പം നിയോൺ വരുന്നത് 2p6 വരെയാണ്. സോ നിയോൺ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ബാലൻസ് വരുന്ന 3s ബ്രാക്കറ്റിൻ്റെ പുറത്ത് എഴുതണം. 3s1. ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെ 2-3 എലമെൻസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. സ്കാനിയം 21. അതിൻ്റെ അടുത്ത് വരുന്നത് ആർഗൺ ആണ്. അതിൻ്റെ ബാലൻസ് വരുന്നത് 3. ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 18 ആണ്. ബാലൻസ് വന്നിരിക്കുന്ന ഇലക്ട്രോൺസ് ആണ് 3d1 ആൻഡ് 4s2. നെക്സ്റ്റ് വന്നിരിക്കുന്നത് മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12. അതിന് അടുത്ത് വരുന്ന നോബൽ ഗ്യാസ് ആണ് നിയോൺ. അതിൻ്റെ അറ്റോമിക് നമ്പർ 10 ആണ്. ബാലൻസ് വന്നിരിക്കുന്ന ഇലക്ട്രോൺ ആണ് 3s2. നെക്സ്റ്റ് കൊബാൾട്ടിൻ്റേത് 27. അതിനടുത്ത് വന്നിരിക്കുന്നതും ആർഗൺ ആണ്. ബാലൻസ് വന്നിരിക്കുന്നത് ഏതാണ്? 3d7 ആൻഡ് 4s2. നെക്സ്റ്റ് സിങ്കിൻ്റെ അറ്റോമിക് നമ്പർ 13 ആണ്. അതിനും അടുത്ത് വന്നിരിക്കുന്നത് ആർഗൺ ആണ്. അതിൻ്റെ ബാലൻസ് വന്നിരിക്കുന്നത് 3d10 ആൻഡ് 4s2. ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി ഓഫ് ബ്ലോക്ക് എലമെൻസിനെ നോക്കാം. ഫസ്റ്റ് എസ്, മോർ മെറ്റാലിക് ക്യാരക്ടർ. ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് അയോണിക് എനർജി, അയണൈസേഷൻ എനർജി കുറവാണ്. ഇലക്ട്രോൺസ്
ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. കോമ്പൗണ്ട്സ് കൂടുതലും അയോൺസ് ആണ്. നെക്സ്റ്റ് പി ബ്ലോക്ക് നോക്കാം. പി ബ്ലോക്ക് എലിമെൻസിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെൽസ് കണ്ടെയ്ൻ ചെയ്യുന്നത് 1 to 6 ഇലക്ട്രോൺസുകളാണ്. പോസിറ്റീവും നെഗറ്റീവും ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള മെമ്പേഴ്സ് ഈ ബ്ലോക്കിൽ അടങ്ങിയിട്ടുണ്ട്. മെറ്റലും നോൺ മെറ്റലും ആയിട്ടുള്ള എലിമെൻസും ഈ ബ്ലോക്കിലുണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളതും ഈ ബ്ലോക്കിൽ ഉണ്ട്. നെക്സ്റ്റ് ഡി ബ്ലോക്ക് എലിമെൻറ്റ്സ്. ഡി സബ്ഷെല്ലിലായിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ചെയ്തിരിക്കുന്നത്. ട്രാൻസിഷൻ എലിമെൻറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്നു. ഇതിൽ മെറ്റൽ എലിമെൻറ്റ്സ് ആണ് കൂടുതലും ഉള്ളത്. സിമിലാരിറ്റി ഇൻ ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫോം കളർ കോമ്പൗണ്ട്സ്. ഡി ബ്ലോക്കിലുള്ള കളർ കോമ്പൗണ്ട്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കോപ്പർ സൾഫേറ്റ് CuSO4 ബ്ലൂ. കോപ്പർ നൈട്രേറ്റ് CuNO3 ട്വൈസ് പിങ്ക് കളർ. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് KMnO4 വയലറ്റ്. ഫെറസ് സൾഫേറ്റ് FeSO4 ഗ്രീൻ. ഫെറസ് നൈട്രേറ്റ് FeNO3 ലൈറ്റ് ഗ്രീൻ. നെക്സ്റ്റ് എഫ് ബ്ലോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി നോക്കാം. ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റഡ് ഇൻറ്റു ആൻറ്റി പെനാൽറ്റിമേറ്റ് F subshell. Contain lations and anions. Variable oxidation state. Most of the actinions radioactive. Most of the elements are artificial. Uranium, thorium, plutonium are used in nuclear reactor. Some elements are used as catalyst in petroleum industries. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.